ഈ വഴിയിലെ ബുദ്ധിമുട്ടുകൾ അത് മാറ്റാനും മറ്റും പൊതുജനങ്ങളുടെ ഒരു സേവനമൊക്കെ ഉണ്ടോ, അതോ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള സേവനമാണോ നമുക്ക് ലഭ്യമാകുന്നത്? തുടർന്നുള്ള യാത്ര എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്നാണ് കരുതുന്നത്? മോദി പൊതുജനങ്ങളുടെ സഹായം ഇവിടെ തേടുന്നില്ല. പൊതുജനങ്ങളെ എല്ലാം തന്നെ പരമാവധി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളൊരു നടപടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ അത് നടക്കുന്നുണ്ട്. ആളുകളെ എല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരകാശി ടൗണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം പ്രശ്നങ്ങൾ, അതായത് ഈ മിന്നൽ പ്രളയത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ വീടുകളിലെയും ആളുകളെയും ബാധിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കും. മുന്നോട്ട് പോകും തോറും ബട്ട്വാരി, അതുപോലെ തന്നെ ഹർഷിൽ, അതിനുശേഷം വരുന്ന ഈ ഡരാലി എല്ലാം വെള്ളത്തിൽ വലിയ രീതിയിൽ ഈ പ്രളയജലം എല്ലാം വിഴുങ്ങി വലിയ രീതിയിൽ ആളുകൾ പ്രതിസന്ധിയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ധരാലിയിൽ തന്നെ ഉണ്ടായ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയ 120ഓളം ആളുകളെ ഗംഗോത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അവിടെ എത്തി ആവശ്യമായിട്ടുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകി കൂടുതൽ ചികിത്സ അവിടെ കരസേനയുടെ അടക്കം മെഡിക്കൽ സംഘമുണ്ട്. അതിന് പുറമെ ഡോക്ടർമാരുടെ ഒരു സംഘം ഇന്ന് രാവിലെ അവിടെ എത്തുന്നു NDRF സംഘത്തിനൊപ്പം. പക്ഷെ അവർ എത്താനെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ വഴിയിലെല്ലാം ഉണ്ടെങ്കിൽ പോലും ആളുകളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തന രംഗത്തുള്ളത് SDRFന്റെയും NDRFന്റെയും അംഗങ്ങളാണ്. അതിന് പുറമെ ITBP, അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പെട്രോൾ പോലീസിന്റെയും അതുപോലെ കരസേനയുടെയും ഉദ്യോഗസ്ഥർ ഈ രക്ഷാപ്രവർത്തന രംഗത്ത് എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ ധരാലിയിൽ എത്തിയത് 10 മിനിറ്റ് കൊണ്ട്. ഈ സംഭവം 2 മണിക്ക് ഇന്നലെ ഉച്ചയ്ക്കുണ്ടാകുന്നു. അതിന് 10 മിനിറ്റിന് ശേഷം തന്നെ അവിടെ എത്തുന്നത് സൈനിക ഉദ്യോഗസ്ഥരാണ്, ജവാന്മാരാണ്. ഒപ്പം വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിന് സജ്ജമായി തന്നെ നിൽക്കുന്നു. അവർ ചണ്ഡീഗഡിൽ ഈ പ്രവർത്തന സജ്ജമായി, അതായത് കാലാവസ്ഥ കൂടി അനുകൂലമായി കഴിഞ്ഞാൽ 4 ഹെലികോപ്റ്ററുകൾ അവിടെ നിന്നും പറന്നു പൊങ്ങും. അതും ചിനൂക്ക്, അതുപോലെ അപ്പാച്ചെ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ, ഇതെല്ലാം തന്നെ അവിടെ സജ്ജമാണ്, റെഡിയാണ് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. മാത്രമല്ല മരുന്നുകളും അവശ്യ സാധനവും കൊണ്ടുപോകുന്നു. ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പലതും എന്നെ കടന്നു ബാലഗോപാൽ തുടരുന്നുണ്ട്. അർജുനിലേക്ക് ഞാൻ മടങ്ങി വരാം. അർജുന്റെ യാത്രയിലേക്കാണ്, ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്ന ആദ്യ മലയാള ചാനൽ ഒരു പക്ഷേ മാതൃഭൂമിയായിരിക്കും എന്ന കാര്യമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. അങ്ങോട്ടുള്ള യാത്രയിലാണ് അർജുൻ പീതാംബരൻ. ബാലഗോപാൽ തുടരുന്നുണ്ട്. ബാലഗോപാൽ, ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ആണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നതെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ലേ? പിന്നെ ഏത് തരത്തിലായിരിക്കും ഈ NDRFന്റെയും SDRFന്റെയും ഒക്കെ സംഘം, ഒപ്പം കരസേനയും ഇൻഡോ ടിബറ്റൻ പോലീസും ഒക്കെ ഉണ്ട് അവിടെ സേവനത്തിനായി എന്ന് അർജുൻ പറഞ്ഞു. ഇവരുടെയൊക്കെ സേവനം ഏത് തരത്തിലായിരിക്കും പ്രയോജനപ്പെടുത്തുക? പദ്ധതികൾ എന്തൊക്കെയാണ്? മോത്തി, നിലവിൽ ഈ കരമാർഗം, അതായത് റോഡ് മാർഗമാണ് ഈ രക്ഷാപ്രവർത്തനത്തിനുള്ളവരെ അവിടെ കൊണ്ടുപോകുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഈ അപകടമുണ്ടായി ഈ ധാരാലിക്ക് 4 കിലോമീറ്റർ സമീപത്താണ് ഹാർഷിൽ ആർമി ക്യാമ്പ് ഉള്ളത്. അവിടെ നിന്നുള്ള 150ഓളം സൈനികരെയാണ് ഈ വിന്യസിച്ചിരുന്നത്. രജപുട്ടാന റൈഫിൾസിൻ്റെ കേണൽ ഹർഷവർദ്ധൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നത്. ഇതിനൊരു ബാക്കപ്പ് എന്ന നിലയിലാണ് ഈ ഹെലികോപ്റ്ററും ചോപ്പറുകളും മറ്റും അവിടെ എത്തിച്ച് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഇപ്പോൾ സർക്കാരുകൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ കനത്ത മഴയായിരുന്നു ആ പ്രദേശത്തുള്ളത്. അതുപോലെ തന്നെ കോടമഞ്ഞുള്ളതിനാൽ തന്നെ വിസിബിലിറ്റി വളരെ കുറവാണ് എന്നാണ് ഈ വ്യോമസേനാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നിലവിൽ ചണ്ഡീഗഡ് എയർബേസിൽ 4 ഈ ഹെലികോപ്റ്ററുകൾ ഈ സ്റ്റാൻഡ് ബൈ ആയി നിർത്തിയിട്ടുണ്ട്. കാലാവസ്ഥ അല്പം മെച്ചപ്പെട്ടാൽ ഉടൻ തന്നെ ഈ കൂടുതൽ സൈനികരെയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായി വരുന്ന സാധന സാമഗ്രികളും അവിടെ എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തുന്നത്. കാരണം വെള്ളവും കുടിവെള്ളവും ബിസ്ക്കറ്റും ഒക്കെ ഉൾപ്പെടെയുള്ള ലഘു ഭക്ഷണങ്ങളും അവിടെ എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ വ്യോമസേന തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ കാലാവസ്ഥയാണ് ഒരു വളരെ പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും 10 മണിയോടുകൂടി അല്പം മെച്ചപ്പെട്ട ഒരു കാലാവസ്ഥ ലഭിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ചണ്ഡീഗഡ് എയർബേസിൽ നിന്ന് ഈ 4 ഹെലികോപ്റ്ററുകൾ ഈ ഹാർഷിൽ ലക്ഷ്യമാക്കി പറന്നു പോകുന്നതായിരിക്കും. 11 മണിയോട് കൂടിയെങ്കിലും ഇവരെ അവിടെ എത്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് നോക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് വിചാരിക്കാം ബാലഗോപാൽ, എത്രയും പെട്ടെന്ന് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവട്ടെ, കാലാവസ്ഥ അനുകൂലമാവട്ടെ. അങ്ങനെ കാലാവസ്ഥ അനുകൂലമായാൽ ചണ്ഡീഗഡ് എയർബേസിലുള്ള ഹെലികോപ്റ്ററുകൾ എത്രയും പെട്ടെന്ന് ഈ സേവനങ്ങൾക്കായി പറന്നുയരുമെന്നാണ് ബാലഗോപാൽ വ്യക്തമാക്കുന്നത്. ഒപ്പം അർജുൻ പീതാംബരനും വിശദവിവരങ്ങൾ പങ്കുവച്ചു.